പ്രസംഗിപ്പാനുള്ള അവസരം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുക എന്നതാണ്. എന്തിനാണ് ഈ ലോകത്തിന്റെ അറ്റത്തോളം കടന്നു പോകേണ്ടത് എന്ന് സുവിശേഷം പഠിക്കുന്നവർക്ക് അറിയാം. രക്ഷ സൗജന്യമായി ക്രിസ്തുവിലൂടെ ലഭിക്കുന്നു എന്നുള്ള സത്യത്തെ അറിയിക്കുക എന്നുള്ളതാണ്. ഞാനിത് വളരെ ചിന്തിച്ച ഒരു വിഷയമുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു പ്രത്യേകത, ആരോടും പ്രതികരിക്കത്തില്ല. ആര് ഞങ്ങളോട് എതിർത്ത് നിന്നാലും ഞങ്ങള് തിരിച്ചൊന്നും പറയത്തില്ല. ദേശം വിശാലമായിട്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ ഒരിടത്തിൽ നിന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരിടത്തേക്ക് ഓടിപ്പോവുക. കർത്താവിന്റെ വരവ് വരെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ പ്രാരംഭത്തിലൊന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ജീവിതം എന്ന ഒരു വിഷയം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഈ ജീവിതം ക്ഷണികമാണ്. ക്ഷണ നേരത്തേക്കേ ഉള്ളൂ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ, കവി പാടിയ പാട്ടൊന്ന് ഓർത്തു നോക്കണം. വീണപൂവ് എന്ന എല്ലാവരും പഠിച്ചിട്ടുണ്ട് പാഠപുസ്തകത്തിൽ പോലും. എന്താണ്? ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിപ്പിച്ചിരുന്നു നീ രാജ്ഞി കണക്കേ നീ. വളരെ രസകരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ കവിതയ്ക്കകത്തുള്ള അതിന്റെ അർത്ഥമൊന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, വീണപൂവ് അതിനകത്ത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു നീ രാജ്ഞി കണക്കെ. അതിനെ അവർ സൂര്യപ്രകാശത്തിൽ അത് മുട്ടിട്ട് വിടർന്ന് വളരെ മനോഹരമായി ശോഭിച്ച്, വളരെ നല്ല മനുഷ്യർക്ക് അല്ലെങ്കിൽ കണ്ണിനെ കാഴ്ച ഇമ്പം കൊടുക്കുന്ന മനോഹരമായ ഒരു പുഷ്പമായി വിടർന്ന് ശോഭിച്ചത് ആ ഒരു ദിവസം കൊണ്ട് നോക്കുക. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതിന് വാട്ടം സംഭവിച്ചു. അതിന്റെ ഇതളുകൾ അത് മടങ്ങി ചുരുങ്ങി, അത് നിന്ന ആ ഇതള് അത് കൊഴിഞ്ഞ് നിലത്ത് വീണ് കിടക്കുമ്പോൾ അതിനറിയത്തില്ലായിരുന്നു അത് വിടർന്നു വന്നപ്പോൾ താന് നശിച്ചു പോകുമെന്ന്. അതാ മനുഷ്യന്റെ ജീവിതം. ജീവിതം വളരെ ക്ഷണികമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന 60, 70, 80 വർഷം. നാം ജനിച്ച് ചില കാലങ്ങൾ ശൈശവകാലമാണ്. നമുക്ക് അറിവ് വന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന് ഓട്ടുവാൻ കുറച്ചു കാലം അങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ പോകുന്നു. കലാലയങ്ങളിലുള്ള ജീവിതത്തിലൂടെയും സമൂഹത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമ്മൾ ചില പാഠങ്ങൾ പഠിക്കും. എങ്ങനെ നമുക്ക് ജീവിക്കാം, ജീവിതത്തെ എങ്ങനെ നമുക്ക് നേരിടാം, സമൂഹം എങ്ങനെ സമൂഹത്തെ നോക്കിക്കാണാം, ചുറ്റുപാടുകളെ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം. നല്ല പഠനങ്ങൾ സ്കൂളിലൂടെ, കലാലയങ്ങളിലൂടെ, വീടിലൂടെ, മറ്റ് നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഒരു പഠനമുണ്ട്. അങ്ങനെ നമ്മൾ ജീവിതം പഠിക്കുക. എന്നാൽ ജീവിതം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം ഒന്ന് നോക്കണം, എത്ര ക്ഷണഭങ്കുരമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് നോക്കുക. അനേക രാജ്യങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം സിംഹാസനങ്ങൾ ഇളകി മറിയുന്നത് നമുക്ക് കാണാം. ഇത് നമ്മുടെ ലോകത്ത് ചുറ്റുപാടിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശക്തരെന്ന് പറഞ്ഞ രാജ്യങ്ങൾ കടപുഴകി വീഴുക, ധനവാന്മാരും അവരുടെ ധനം അവരുടെ കയ്യിൽ വ്യർത്ഥമായി തീരുന്നു, ബലമുള്ളവർ ക്ഷയിച്ചു പോകുന്നു. എവിടെ നോക്കിയാലും, ഏത് വ്യക്തിയെ എടുത്ത് നോക്കിയാലും, അത് രാജ്യമാകട്ടെ വ്യക്തികളാകട്ടെ, എല്ലാം ക്ഷണഭങ്കുരമാണ്, എല്ലാം ക്ഷണികമാണ്. അപ്പൊ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇതിന്റെ ആത്യന്തികമായ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് മരണമല്ല, അവൻ വ്യക്തി എല്ലാ മനുഷ്യന്റെയും ജീവനെ കവർന്നെടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ നാം കണ്ടെത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഭാസുര ഭാവിയിൽ നമുക്ക് ജീവിക്കേണ്ടതിന് നമ്മൾ ഇപ്പോൾ കണ്ടെത്തേണ്ട ചില വിഷയങ്ങളെ പഠിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യണം. സ്ഥായിയായ ഒരു ലോകം നമുക്ക് വേണ്ടി
ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥായിയായ ലോകത്തിലേക്ക് എത്തപ്പെടുവാൻ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചിലത് പഠിക്കുകയും ചിലത് മനസ്സിലാക്കുകയും ചിലത് ഗ്രഹിക്കുകയും ചിലത് സംഗ്രഹിക്കുകയും ചിലതിനെ വിട്ടുകളയുകയും വേണമെന്ന് ഇന്ന് പകൽ ഞാൻ ഒപ്പിക്കുകയാണ്. ഇന്നേക്ക് 18 വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനാണ്. ലോകപ്രകാരം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മൈക്കുമായി എഴുത്തിന് നിൽക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയവനല്ല. രാവിലെ ഉറക്കെഴുന്നേൽക്കുമ്പോൾ മദ്യമില്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഉറക്കെണീറ്റ് വരുമ്പോൾ പോലും മദ്യപിക്കുവാൻ മദ്യക്കുപ്പിയെ തേടിപ്പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുന്നത് എന്റെ യൗവനകാലത്താണ്. ഒരു പ്രായം, ഒരു ബോധമുള്ള പ്രായം കഴിഞ്ഞ് നമ്മുടെ പഠനം കഴിഞ്ഞൊരു 10-15 വയസ്സ് കഴിഞ്ഞപ്പോൾ കൂട്ടുകെട്ടിനകത്ത് അകപ്പെട്ട് കൂട്ടുകാരുമായി ഒരുമിച്ച് അല്പം സേവിച്ച് പിന്നെ ആ സേവ മുന്നോട്ട് പോയി അവസാനം നന്നായി മദ്യപാനം ശീലിക്കുകയും അതനുസരിച്ച് മുന്നോട്ടും പോയി ഒരു ജീവിതമായിരുന്നു എന്റെ ജീവിതം. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന അല്പസമയം, ഈ സമയത്തിനുള്ളിൽ ദൈവം എല്ലാവർക്കും ഒരു അവസരം നൽകിയിട്ടുണ്ട്. തെറ്റു തിരുത്തുവാൻ ഒരു അവസരം, പിഴവുകളിൽ നിന്ന് മനസ്സിലാക്കി എന്നൊരു മടങ്ങി വരാനുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ലോകപരമായി ജീവിച്ച, ലോകത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും പറയുന്നത് പോലെ MDM അല്ല, കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും ഗുഡ്ക പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി 31 വയസ്സുവരെ, എന്റെ 16 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ ശീലം. പിന്നത്തേല ഈ ഉറക്കെണീറ്റ് വരുമ്പോൾ കൈകാലികൾ വിറച്ചു പോകാതിരിക്കാൻ മദ്യം, അടുക്കൽ മദ്യമുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ജീവിതം പാഴ. അത്രത്തോളം ജീവിതം നാശത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇന്ന് ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഞങ്ങൾ മദ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം, എന്തുകൊണ്ടാണ് മദ്യത്തെക്കുറിച്ച് പറയുന്നത്? മദ്യത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല പ്രിയരെ, ഒരു ലഹരിക്കും പറ്റത്തില്ല. അത് താൽക്കാലികമായി, അത് ദൈനംദിനം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കേടാ. അത് നമുക്ക് ഒരിക്കലും ജീവനെ പകരുന്നതോ ശരീരത്തിന് ബൂസ്റ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല മദ്യവും മയക്കുമരുന്നും. അല്പം ആ ലഹരി കൊണ്ട് നമ്മുടെ നെറുവുകളെ തൊട്ടുണർത്തി നല്ല കാര്യങ്ങളല്ല തീയ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ശക്തിയുടെ ഘടകമായി മദ്യപാനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, കുമാരകൃഷ്ണന്റെ വീണഭൂമി ഒരിക്കൽ കൂടി പറയുക, ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു നീ രാജ്യകനക്ക നീ. ഇന്ന് നീ നെട്ടറ്റ് വീണ് കിടക്കുമ്പോൾ ചിന്തിക്കുക, രോഗം വന്ന് ക്ഷീണിതരായിരിക്കുമ്പോൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് എനിക്കിതൊക്കെ സംഭവിച്ചത്. ഇന്ന് പലതും ഈ ലോകത്തിൽ നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന പലതും വിഷമാണ്. പലതും നമ്മൾ അറിയാതെ നമ്മൾ വാങ്ങി ഭക്ഷിക്കുന്നു. പലപ്പോഴും നമ്മുടെ ശരീരം ബലഹീനമായി തീരുന്നു. പല നിലകളിൽ മനുഷ്യൻ രോഗികളായി തീരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്തായിരുന്നാലും, ഏത് രീതിയിലായിരുന്നാലും മരണം നിശ്ചയം. മരണം ഇന്നും അജയ്യമായി അതിന്റെ തേർവാഴ്ച നടത്തുന്നു. അവൻ സകല മനുഷ്യരിലും മരണം കടന്നു വരും. എന്നാൽ ഇതിനകത്ത് മനുഷ്യൻ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഷോർട്ട് പീരീഡ് നമുക്ക് ലഭിക്കുന്ന, ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ലഭിക്കുന്ന ഈ സമയം കൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ് തീരുമാനിക്കേണ്ടത്? ഇങ്ങനെ പോയാൽ എനിക്ക് നല്ലൊരു ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമോ? ഈ അസ്ഥിരമായ ലോകത്ത് അസ്ഥിരമായ വാസം ചെയ്ത് നമുക്ക് നിശ്ചയമില്ലാത്ത ഒരിടത്തേക്ക് പോകാനാണോ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി സ്ഥിരമല്ല. ഒരു രാജ്യം ഇളക്കം കെട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, രാജാക്കന്മാരുമാണ് രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്ന് രാജാക്കന്മാർ എവിടെ ഉണ്ടോ? വലിയ സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു, അത് ഇളകി മറിഞ്ഞില്ലേ? റോം പോലെയുള്ള ഭരണകൂടങ്ങൾ 500 വർഷക്കാലം യഥേഷ്ടം അവരെ ചോദ്യം ചെയ്യുവാൻ ആരുമില്ലാതെ ഭൂമിയിൽ കാലഘട്ടം ഉണ്ടായിരുന്നു. 200 വർഷക്കാലം പേർഷ്യൻ സാമ്രാജ്യം ലോകത്തെ കീഴടക്കിയിരുന്നു. അതുപോലെ ഗ്രീക്ക് അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്നു. ഇന്ന് അവരൊക്കെ എവിടെയാ? ചില കാലങ്ങൾ, ചില വർഷങ്ങൾ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരൊക്കെയും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതാ പറഞ്ഞത്, എല്ലാം ക്ഷണഭങ്കുരമാണ്. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ക്ഷണഭംഗുരമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, നിലനിൽക്കുന്നതായി ഒന്നുമില്ല. എന്നാൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലേക്കുള്ള ഒരു ചൈത്രയാത്ര സകല മനുഷ്യർക്കും ദൈവം വച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗരാജ്യം.
അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് എത്തപ്പെടാത്ത മനുഷ്യന് മറ്റൊരു ഇടമൊരുക്കിയിട്ടുണ്ട്, അതാണ് നിത്യ നരകം. ഈ കാലഘട്ടത്തിന്റെ നടുവിൽ മനുഷ്യന്റെ ജീവൻ അവന്റെ മൂക്കിൽ ശ്വാസമുള്ള കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ ഗ്രഹിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു വ്യവസ്ഥയാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. സകല സൃഷ്ടിയും ദൈവത്തോട് പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സകല ഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ പാപത്തിൽ ജനിച്ചു. മനുഷ്യന്റെ പ്രകൃതി പാപപ്രകൃതിയാണ്. അവന്റെ ആത്മാവ് പാപചിന്തയോടുകൂടെയാണ്. അങ്ങനെയാണെങ്കിൽ സകലതും പറയുന്നത് പാപത്തിലാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെന്ന് പറയുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇതിനൊരു മടങ്ങി വരുന്ന അവസരം കിട്ടണ്ടേ? അവൻ മടങ്ങി വരുവാൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അന്യം നിന്ന് പോയ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഒരു സൊല്യൂഷൻ നൽകി. ആ സൊല്യൂഷനാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. യേശുക്രിസ്തു എന്ന സൊല്യൂഷൻ, യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ, യേശുക്രിസ്തുവിലൂടെ മനുഷ്യൻ മടങ്ങി വരുവാൻ ദൈവം ഒരു അവസരം നൽകിയിട്ടുണ്ട്. പ്രിയരെ, പാപികൾക്ക് പാപമോചനം നൽകുവാൻ, പാപികളെ അവൻ സ്തോത്രം പാപത്തിൽ രക്ഷിക്കുവാൻ, മാനവജാതിയുടെ രക്ഷയ്ക്ക് ആധാരമായി സർവശക്തനായ ദൈവം സ്വർഗത്തിലിരുന്നവൻ, സ്വർഗത്തിലിരുന്ന ദൈവം ദാസരൂപം എടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ 3 ആണികളിൽ താൻ തൂങ്ങി നിൽക്കുന്നത് എന്തിനെന്നറിയാമോ? മനുഷ്യനെ തങ്ങളുടെ സൽപ്രവൃത്തി കൊണ്ട് അവർക്ക് അവരെ തന്റെ ജീവനെ നേടാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യനെ സ്നേഹിച്ച ദൈവം തന്റെ സൃഷ്ടിയെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ബൈബിൾ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ